Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? Okay, Miss. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റേഡിയന്റ് വാർമർ പറഞ്ഞു, സ്റ്റെറിലൈസേഴ്സ്, ഫീറ്റൽ ഡോപ്ലർ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് അല്ലെ, അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നോട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല, ശരിയല്ലേ? ശരിയാണല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോ ഈ ഒരു ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാല് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കാനും അതുപോലെ തന്നെ അമ്മയുടെ യൂട്രിൻ കോൺട്രാക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് കാണാനും, അതും സെയിം ടൈമില്, അതായത് ഒരേ ടൈമില് തന്നെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്നതിന് വേണ്ടിയിട്ടും ഹാർട്ട് റേറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ടും അമ്മയുടെ യൂട്രിൻ കോൺട്രാക്ഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടും, അതായത് പ്രസവ സമയത്തിലെ ലേബർ പെയിനോടനുബന്ധിച്ചുണ്ടാകുന്ന യൂട്രിൻ കോൺട്രാക്ഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ത്? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് ഹാർട്ട് റേറ്റ് നോക്കാൻ കുഞ്ഞിന്റെ, രണ്ട് അമ്മയുടെ യൂട്രിൻ കോൺട്രാക്ഷൻസ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്, അതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെഷീൻ. It is a special machine used, USED, used during pregnancy and labor to monitor two things at the same time. ഒന്നുകൂടി പറയാട്ടോ. It is a special machine used during pregnancy and labor to monitor two things at the same time. എന്നിട്ട് 1 എന്ന് എഴുതിയിട്ട് ഒരു പോയിന്റ് എഴുതുക. ഫീറ്റൽ ഹാർട്ട് റേറ്റ്. Then second point എഴുതാ uterine contractions, UTERINE contractions, CTIONS. Okay, ക്ലിയർ ആണോ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്? ഓക്കെ അല്ലേ?
special machine used during pregnancy and labor to monitor two things at the same time. One is എന്താണ് fetal heart rate and the second one is uterine contractions. Okay ആണ് അല്ലേ? Then and the last ഒരു paragraph കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. These tools and accessories need to be cleaned, set aside and dried after each use. All labor room equipment must be in good functioning order and be prepared for usage according to staff. അതായത് ഈ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാത്തരം ഉപകരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ എന്തുപകരണമാണോ ലേബർ റൂമിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗശേഷം എന്ത് ചെയ്തിരിക്കണം? എല്ലാരും കഴുകുകയും നീറ്റായിട്ട് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ കഴുകിയതിനു ശേഷം അത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യണം. തുടച്ച് വൃത്തിയാക്കി ഒരു സ്ഥലത്ത് അത് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലേബർ റൂമിലുള്ള എല്ലാ ഉപകരണങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം. ഓക്കെ, ചില എക്യുപ്മെന്റുകളൊക്കെ നമുക്കറിയാം, അതായത് രോഗിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഫങ്ഷൻ ചെയ്യണം എന്നില്ല അല്ലെ, പ്രവർത്തിക്കണം എന്നില്ല. അപ്പൊ ഇപ്പൊ ലേബർ പെയിൻ ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് അതിൻ്റെതായിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ് ആവശ്യമാണെങ്കിൽ അത് ആ സമയത്ത് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് രോഗിയുടെ ജീവനെ തന്നെ ബാധിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ ലേബർ റൂമിലുള്ള എല്ലാ ഉപകരണങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എന്തിരിക്കണം? ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ റേഡിയന്റ് വാർമർ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫീറ്റൽ ഡോപ്ലർ ഇമ്പോർട്ടന്റ് ആണ്. ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ ഞാൻ. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, then measures to maintain safety. എന്തൊക്കെ കാര്യങ്ങളാണ് ലേബർ റൂമിൽ സുരക്ഷ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ അവിടെ കീപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ഓക്കെ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ്, standard safety procedures must be followed by all medical staff. എല്ലാ സ്റ്റാഫും സുരക്ഷാ നടപടികൾ കൃത്യമായി പാലിക്കണം. ഓക്കെ, അതായത് അവിടെയുള്ള ലേബർ റൂമിലേക്ക് വരുന്ന അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്തിരിക്കണം? പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. Then second point, periodic in service and training session on infection control to be held. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ സംബന്ധിച്ച ട്രെയിനിങ് സെഷൻസ് സമയത്തിന് നടത്തണം. നമുക്കറിയാലോ ഈ ലേബർ റൂം എന്നൊക്കെ പറയുന്നത് ഇൻഫെക്ഷൻ എന്താ പറയാ പ്രിവെന്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് അല്ലെ. ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കേണ്ട ഒരു ഏരിയയാണ് ഈ ലേബർ റൂം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ അണുബാധ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില ട്രെയിനിങ്ങുകൾ, അതായത് പ്രോപ്പർ ആയിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഈ അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിരിക്കണം. എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് സ്വീകരിക്കാം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ കറക്റ്റ് സമയത്ത് സ്റ്റാഫിന് അവയർനെസ് കൊടുത്തിരിക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തിയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ദ ക്ലോത്തിങ് worn should be sanitary and clean. അതുപോലെ തന്നെ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഓരോരുത്തരും അവരുടെ സ്റ്റാഫുകളുടെ ഡ്രസ്സുകൾ ഉപയോഗിക്കാം അല്ലെ, ഓരോരോ ഡ്രസ്സുകൾ സ്റ്റാഫുകൾ ഉപയോഗിക്കാം, അതുപോലെ പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോ അവരുടെ ഉപയോഗത്തിന് ശേഷം അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരാളിട്ട ഡ്രസ്സ് കഴുകാതെ അല്ലെങ്കിൽ വൃത്തിയാക്കാതെ മറ്റൊരാൾ ഇട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഒന്ന് കമന്റ് ചെയ്തേ. എന്താ സംഭവിക്കുക?
ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം എന്നിവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആണ് PPE has to be accessible. PPE എന്താ? PPEയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമാകണം. PPE കിറ്റ് എപ്പോഴും ഉപയോഗിക്കണമെന്ന്. കാരണം ഇത്തരത്തിലുള്ള ഏരിയകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് PPE ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ എളുപ്പത്തിൽ അത് ലഭ്യമാകണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. അതുപോലെ തന്നെ ലേബർ റൂമിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്, അതായത് 2 ജീവനുകളാണ് അല്ലെ? അമ്മയും ഉണ്ട്, കുഞ്ഞും ഉണ്ട്. അപ്പൊ ഇവരുടെ ജീവൻ രക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യേണ്ട കടമ ആ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ്. അപ്പൊ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനേക്കാളും ഉപരി ഈ ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ സ്റ്റാഫുകൾക്ക് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഒരു കുഞ്ഞു പിറന്നു വീഴുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അമ്മയെ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് സാധാരണവും പ്രത്യേകവുമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിരിക്കണം. ഓക്കെ, then next point, infection patients should be admitted in accordance with the hospital protocols. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആശുപത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ലേബർ റൂമിലുള്ള ഒരു ലേഡിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയാലോ ചിലപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് കുഞ്ഞിനായാലും അമ്മയ്ക്കായാലും, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ആരെങ്കിലും ഒരാൾക്കായിക്കോട്ടെ ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോ ആ ഒരു ആശുപത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്തിരിക്കണം? അഡ്മിറ്റ് ചെയ്തിരിക്കണം. Then next one, all fitting clothing tools and waste need to be treated as contaminated and handled carefully. പിന്നെ അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും മാലിന്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാലോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ലേബർ റൂമിൽ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യുന്നതിന്. ഓക്കെ, the next one, instruments and other supplies are cleaned, sterilized and processed. എന്താണ് ഇവിടെ പറയുന്നത്? ഇൻസ്ട്രുമെന്റ്സ്, അതായത് ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ക്ലോത്തുകള്, ഇവ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കണം. സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, അത് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, then next one, patients should be provided with the sterile robes. എന്താണ്? അതായത് സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള ജേം ഫ്രീ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നൽകണം. സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക വസ്ത്രങ്ങളാണ് കേട്ടോ. ലേബർ റൂമില് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള, അത് പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ജേം ഫ്രീ ആയിട്ടുള്ള വസ്ത്രങ്ങള് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി, ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യണം. അവരൊക്കെ ആണോ, അവരാരോഗ്യവാനാണോ, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തിരിക്കണം? ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് 10 പോയിന്റ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ.
ഇനി നെക്സ്റ്റ് നോക്കാം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്തൊക്കെയാണ് ലേബർ റൂമിൽ സ്വീകരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ആണ് കേട്ടോ. നന്നായിട്ട് കൈ കഴുകണം. ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്നവരാരായിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള സ്റ്റാഫുകളും പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആരായാലും തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം, നന്നായിട്ട് കൈ കഴുകണം. രണ്ടാമത്തെ പോയിന്റ്, വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത് വിയർ ചെയ്യുക, അതായത് ഗ്ലാസ്, ഗൗൺ തുടങ്ങിയവ ധരിക്കുക. ഓക്കെ, നമുക്കറിയാലോ, അതായത് പ്രത്യേകമായിട്ടുള്ള വിയറിങ്സ് ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പോ ഐ ഷീൽഡ് ഉണ്ടാവാം, മാസ്ക് ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ ഗൗൺ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങള് വിയർ ചെയ്യുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ലേബർ റൂമിൽ വരുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അതൊരിടത്ത് കുന്നുകൂട്ടി ഇടാനൊന്നും പാടില്ല. കറക്റ്റ്, അതായത് വേസ്റ്റേജ് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നീക്കം ചെയ്യണം. മാലിന്യങ്ങള് അല്ലെങ്കിൽ വേസ്റ്റുകൾ കൃത്യമായിട്ട് നീക്കം ചെയ്യുക. ദെൻ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ സൂക്ഷിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. ലേബർ റൂമിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡ്, സൂചി എന്നീ വസ്തുക്കള് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്. അതുപോലെ തന്നെ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് അത് അണുവിമുക്തമാക്കണം, സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാകണം, അണുവിമുക്തമാക്കണം. ഓക്കെ, പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. അതായത് ഉപയോഗിച്ച ഉപകരണങ്ങള് കഴുകി വൃത്തിയാക്കി ശുചിത്വം പാലിക്കണം, ഹൈജീൻ കീപ്പ് ചെയ്യണം. അതായത് എന്ത് ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നുവോ, ലേബർ റൂമിലായാലും ഓപ്പറേഷൻ തിയേറ്ററിലായാലും അത്തരം ഉപകരണങ്ങള് കഴുകി വൃത്തിയാക്കി നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, then next one, sustaining a clean and aseptic environment. അണുവിമുക്തമായതും വൃത്തിയായതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ആ ഒരു ലേബർ റൂം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച മേഖലകൾ എന്നൊക്കെ പറയുന്നത് വളരെയധികം അണുവിമുക്തമായതായിരിക്കണം. അതുപോലെ തന്നെ വൃത്തിയായും അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വൈറസ്, ബാക്ടീരിയ എന്നിവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ, അതായത് ഇങ്ങനെയുള്ള ജെംസ്, ധാരാളം അണുക്കളുണ്ട് അല്ലെ, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം ഈസി ആണ് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, then cleaning and disinfecting എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Some of the general rules for cleaning. അതായത് എന്താണ് ക്ലീനിങ് അല്ലെങ്കിൽ അണുവിമുക്തമാക്കൽ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കുറച്ച് ക്ലീനിങ് റൂൾസും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലീനിങ് റൂൾസ്. ഫസ്റ്റ് പോയിന്റ്, any equipment brought into labor room from outside must be wiped and cleaned. അതായത് ലേബർ റൂമിലേക്ക് പുറത്തു നിന്ന് വരുന്ന ഉപകരണങ്ങൾ നന്നായി തുടക്കുകയും വൃത്തിയാക്കുകയും വേണം. നമുക്കറിയാം ലേബർ റൂമിലേക്ക് ആശുപത്രിയിൽ നിന്നും, അതായത് ആശുപത്രിയുടെ മെയിൻ ഏരിയയിൽ നിന്ന് ധാരാളം എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരാം അല്ലെ. അത് കൊണ്ടുവരുമ്പോ തന്നെ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അത് രോഗിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, കൊണ്ടുവന്നു കഴിഞ്ഞു അപ്പൊ തന്നെ തുടയ്ക്കാതെയോ കഴുകാതെയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല.
ഓക്കെ, ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിൽ ധാരാളം പൊടി ഡസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു രോഗിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വേറൊരു രോഗിയിൽ അതേപോലെ തന്നെ എടുത്തത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് ലേബർ റൂമിലോട്ട് കൊണ്ടുവരുന്നതോ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൃത്യമായിട്ടും അത് തുടച്ച് വൃത്തിയാക്കി വേണം കീപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. അതായത് ശരിയായ ക്ലീനിങ് അറേഞ്ച്മെന്റ് ചെയ്യണം. ഓക്കെ, അതായത് ക്ലീനിങ് അറേഞ്ച്മെന്റ് ഉണ്ടാവുമല്ലോ, ആദ്യം കഴുകുക, പിന്നെ തുടയ്ക്കുക, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ ഓട്ടോക്ലോവിൽ സ്റ്റെറിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കൃത്യമായിട്ടുള്ള ക്ലീനിങ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. കേടായ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും എമർജൻസി ഒക്കെ ആയിട്ട് ലേബർ പെയിൻ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡിയെ പെട്ടെന്ന് ഡെലിവറി റൂമിൽ കൊണ്ടുവരുവാണ്. അപ്പോ അതിനെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഡെലിവറിക്ക് വേണ്ടി എടുക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഡെലിവറി എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകിയേക്കാം അല്ലെ. അപ്പൊ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ചില കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ലേബർ റൂമിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം. ഓക്കെ, നാലാമത്തെ പോയിന്റ്, items stained with the blood body finds should be not instantly. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നമുക്കറിയാം ബ്ലഡ്, അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലൂയിഡ്സ് എന്നിവ ചിലപ്പോ എക്യുപ്മെന്റുകളിൽ ആവും അല്ലെ, ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് വൃത്തിയാക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയാ സിസർ ഉണ്ടല്ലോ, കത്രികയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേബർ റൂമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉപകരണങ്ങളിൽ ഇത്തരത്തിലുള്ള ബ്ലഡ് ഫ്ലൂയിഡ്സ്, രോഗിയുടെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ആവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴുകി അവിടെ വൃത്തിയാക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ല ലേബർ റൂമിൽ ഒരു ഡെലിവറി കഴിഞ്ഞാൽ അവർ എന്തൊക്കെ പ്രൊസീജിയേഴ്സാ ചെയ്യാം? അറിയാവുന്നവരുണ്ടാവുമല്ലോ ഇതിനകത്ത്. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാ ചെയ്യാം? എന്തൊക്കെയാ ചെയ്യാം? ആദ്യം അവരെന്താ ചെയ്യാം? ഒരു ഡെലിവറി കഴിയുമ്പോൾ എന്താ ചെയ്യാ? ആദ്യം ഒന്ന് കമന്റ് ചെയ്തേ. ക്ലീനിങ് ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യുക അല്ലെ. അവിടെ ഇരിക്കുന്ന ഉപകരണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ രക്തത്തിന്റെ കറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫ്ലോർ മൊത്തം അവര് ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. മൊത്തം കാര്യങ്ങൾ, ഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും പേഷ്യന്റിനെ. അപ്പൊ ആദ്യത്തേത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും എക്യുപ്മെന്റിലെ പറ്റി പിടിക്കുവാണെങ്കിൽ അത് ഉടനെ തന്നെ ക്ലീൻ ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. അതുപോലെ തന്നെ മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക. മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതായത് തുടയ്ക്കുന്നതാണ് കേട്ടോ. പല രീതിയിൽ എന്ത് ചെയ്യാം? തുടച്ച് അവിടെ വൃത്തിയാക്കാം. അപ്പൊ അനുയോജ്യമായിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, examine areas for seepage or any other issue and report instantly. അതുപോലെ തന്നെ സീപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോർച്ച, ഓക്കെ, ലീക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചോർച്ച പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പൊ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സീപ്പേജ് അല്ലെങ്കിൽ ലീക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിശോധിക്കുകയും അത് മുകളിലുള്ള അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വളരെ എന്താ പറയാ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ ചോർച്ചയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. അത് ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. ഒരു പേഷ്യന്റ് ഡെലിവറി കഴിഞ്ഞു,
അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ടേബിളും അല്ലെങ്കിൽ ആ ചുറ്റുപാട് ഫ്ലോറൊക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തിരിക്കണം. എന്നിട്ട് വേണം അടുത്ത പേഷ്യന്റിനെ ആ ലേബർ ടേബിളിൽ കിടത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഓരോ ഡെലിവറിക്ക് ശേഷവും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ലേബർ ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. Then last one, standard procedures for disinfection and sterilization required to be followed. Disinfection, sterilization സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഓക്കെ, അപ്പോ അണുബാധ നിയന്ത്രണം, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, കൃത്യമായിട്ട് ഉപകരണങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടുകൂടി ഹോസ്പിറ്റലിൽ ലേബർ റൂമില് പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് വായിച്ച താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ആ ഒരു പേജ് ഒന്ന് വായിച്ചേ. ഞാനിപ്പോ നിർത്തിയത് മുതൽ ആ പേജിന്റെ ലാസ്റ്റ് വരെ ഒന്ന് റീഡ് ചെയ്യാം. മൈൻഡിൽ റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തായിരുന്നോ? ഓക്കെ ഓക്കെ. നമുക്ക് നോക്കാം അല്ലേ. The labor room and connecting passage should be cleaned at least twice a day. Soiled areas and cleaning of spillage should be done at the earliest time possible. A detailed wash down of the labor room must be done at least twice a month. Okay, അപ്പൊ ഒരു കാലയളവാണ് അല്ലെങ്കിൽ ഒരു ടൈമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൃത്തിയാക്കേണ്ട ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്, അതായത് ലേബർ റൂമും അതുപോലെ തന്നെ അതുമായി ബന്ധിപ്പിക്കുന്ന വഴികള്, അതായത് ലേബർ റൂം അതുപോലെ തന്നെ അതുമായി കണക്റ്റഡ് ആക്കുന്ന പാസേജുകൾ ഉണ്ടല്ലോ, അതുമായി ബന്ധിപ്പിക്കുന്ന വഴികളും ദിവസത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും വൃത്തിയാക്കണം. അപ്പൊ ഒരു ദിവസം 2 തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ലേബർ റൂമും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് പാസേജുകളും വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മലിനമായ ഭാഗങ്ങള് ഉടൻ വൃത്തിയാക്കണം. അതായത് വേസ്റ്റ് ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവുകയാണെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്.
പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ ലേബർ റൂം പൂർണ്ണമായിട്ടും കഴുകണം. അതായത് നമ്മള് തുടക്കുകയല്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ദിവസത്തിൽ 2 തവണയെങ്കിലും ലേബർ റൂം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്ന അല്ലെങ്കിൽ മലിനമായ ഭാഗങ്ങൾ ഉടൻ തന്നെ വൃത്തിയാക്കണം. പിന്നെ മാസത്തില് 2 തവണ ലേബർ റൂം കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കണം. ഓക്കെ, മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ. എപ്പോഴാണ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ എന്ന് പറയുന്നത് കണ്ടോ? അത് അണ്ടർലൈൻ ചെയ്യുക. ലേബർ റൂമും അതുമായി ബന്ധപ്പെട്ടുള്ള പാസേജുകളും ദിവസത്തിൽ 2 തവണ, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴുകേണ്ടത് മാസത്തിൽ 2 തവണ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. The next one, infection control and waste management. അതായത് അണുബാധ നിയന്ത്രണം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നാണ് ലേബർ റൂമില്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത്. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Fewer infection control practices in labor and delivery rooms place the patients, infants, as well as the healthcare staff at risk. ഇവിടെ എന്താ പറയുന്നത്? ലേബർ റൂമിൽ രോഗം പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും മാർഗരേഖകളുമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ റൂമുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ റൂമുമായി ബന്ധപ്പെട്ട അണുബാധ നിയന്ത്രണം. അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് രോഗം പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും മാർഗരേഖകളുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? വാട്ട് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലേബർ റൂമിൽ രോഗം പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും മാർഗരേഖകളുമാണ് എന്ത്? ഇൻഫെക്ഷൻ കൺട്രോൾ. ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ആശുപത്രികളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ലേബർ റൂമിൽ അശാസ്ത്രീയമായിട്ടുള്ളതും അതുപോലെ തന്നെ രോഗബാധയ്ക്ക് കാരണമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും, അതായത് ലേബർ റൂമിൽ വരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അണുബാധ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് കുറയ്ക്കുന്നതിനും അത് തടയുന്നതിനും വേണ്ടിയിട്ടാണ് ലേബർ റൂമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അവിടെയുള്ള അമ്മയെയും കുഞ്ഞിനെയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അണുബാധ നിയന്ത്രണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോള് ലേബർ റൂമിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ലേബർ റൂമിൽ നടത്തുന്നത്. പിന്നെ ഈ ഒരു അമ്മ കുഞ്ഞ് അത് മാത്രമല്ല അല്ലെ, വേറെ ആൾക്കാരുണ്ടല്ലോ ലേബർ റൂമിൽ. ആരാണ്? അമ്മയും കുഞ്ഞും അല്ലാതെ വേറെ ആരാണ് ഉള്ളത്? ഇൻഫെക്ഷൻ കൺട്രോൾ അമ്മയും കുഞ്ഞിനും മാത്രമേ ബാധിക്കുള്ളൂ? വേറെ ആർക്കെങ്കിലും ബാധിക്കോ? സ്റ്റാഫുകൾക്ക് അല്ലെ. അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമാണ് ഇൻഫെക്ഷൻസ് വരാതെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് വിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. ഓക്കെ, അതായത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, അത് പ്രത്യേകമായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവുമല്ലോ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള് ഗ്ലൗസും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഷൂസും ധരിച്ചിരിക്കണം. അപ്പൊ ഒരു വേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് ഈ കാര്യങ്ങൾ, അതായത് ഈ ഒരു ജേംസ് ഒക്കെ വരാനുള്ള അണുക്കളൊക്കെ ആകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഒരു വേസ്റ്റ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഷൂസ് ആയിരിക്കണം അവര് ധരിക്കേണ്ടത് ആ സമയത്ത് കേട്ടോ. വലിയ രീതിയിലുള്ള ഷൂസുകളും കണ്ടിട്ടില്ലേ നിങ്ങള്? വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളില്? കണ്ടിട്ടുണ്ട്.
ഒരു വലിയ രീതിയിലുള്ള, അതായത് നല്ല രീതിയിലുള്ള ഗ്ലൗസുകളും അതുപോലെ വലിയ രീതിയിൽ അടഞ്ഞ തരത്തിലുള്ള ഷൂസുകളുമായിരിക്കും അല്ലെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് വേസ്റ്റ് ടു ബി ഗ്യാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്ന കാര്യങ്ങള് കട്ടിയുള്ള, ലീക്ക് പ്രൂഫ് എന്നാണ് പറയാ, കട്ടിയുള്ള കണ്ടെയ്നറുകളിൽ ശേഖരിക്കണം. അതായത് തിന്നായിട്ടുള്ള കണ്ടെയ്നറുകളിലാവരുത്, വളരെ കട്ടിയുള്ള കണ്ടെയ്നറുകളിലായിരിക്കണം വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3-4 ഫുൾ. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് കണ്ടെയ്നർ എന്ന് പറയുന്നത്, വേസ്റ്റ് സൂക്ഷിക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് 3-4 ഇഞ്ച് നിറഞ്ഞാൽ തന്നെ കളയാനായിട്ട് ഒരുങ്ങണം. അതായത് നമുക്കറിയാം വേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര ഇഞ്ചായി നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്, അതിന് 3-4 ഇഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വേസ്റ്റ് ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് മാറ്റണം, റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എത്ര വരെ നിറഞ്ഞാലാണ് ഇത് മാറ്റുക? എത്ര വരെ നിറഞ്ഞാലാണ് മാറ്റുക? നിർബന്ധമായിട്ട് മാറ്റേണ്ടത് എത്ര ഇഞ്ച് ആവുമ്പോഴാണ്? 3-4 കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ. അടുത്ത പോയിന്റ്, വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. എന്താണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം, വേർതിരിക്കണം അല്ലെ. നമ്മളിപ്പോ ആശുപത്രികളിലൊക്കെ സാധാരണ നമുക്കറിയാം ഈ പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? കടലാസും പ്ലാസ്റ്റിക് ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ഇടാറുണ്ട് അല്ലെ. അതങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി ഇടാമോ? അങ്ങനെ ചെയ്യാമോ? പ്ലാസ്റ്റിക്കും കടലാസൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ഇടാമോ? ഇടരുത് അല്ലെ, സെപ്പറേറ്റ് ആയിട്ട് വേണം ഇടാനായിട്ട്. അപ്പൊ അവര് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും, പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് പ്ലാസ്റ്റിക് എഴുതിയിട്ടുണ്ടാവും, അതുപോലെ കടലാസുകളുടെ ആണെങ്കിൽ പേപ്പറുകളുടെ ആണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ രണ്ടു തരത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവിടണം അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ലേബർ റൂമിൽ വരുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റും അതുപോലെ തന്നെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റും തമ്മിൽ വേർതിരിക്കണം. അപ്പൊ അത് വേർതിരിച്ചിട്ടില്ലെങ്കിൽ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ് അത് വേർതിരിച്ചിടുക എന്നുള്ളത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ്, disinfect with bleaching mixture followed by washing and autoclave. അതായത് ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം കഴുകി ഓട്ടോക്ലേവിൽ വെക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേസ്റ്റിങ്ങിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കിയ ശേഷം ഓട്ടോക്ലേവിൽ വെക്കണം എന്നാണ് പറയുന്നത്. എന്തിനാണ് ഓട്ടോക്ലേവിൽ വെക്കുന്നത്? എന്തിനാണ് ഓട്ടോക്ലേവിൽ വെക്കുന്നത്? മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അല്ലെ, ഹൈ പ്രഷറില്. ഓക്കെ. ലാസ്റ്റ് വൺ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോവേഡ്. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മാനദണ്ഡങ്ങൾ പാലിക്കണം. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂ ബോൺ കെയർ നിങ്ങൾ ആ ഒരു പേജ് വായിച്ചില്ല, നെക്സ്റ്റ് പേജും കൂടി വായിക്കട്ടെ. ന്യൂ ബോൺ കെയർ കണ്ടിന്യൂ ചെയ്യുക, രജിസ്ട്രേഷൻ തുടങ്ങി ആ ഫുൾ പേജ് ഒന്ന് റീഡ് ചെയ്യുക.
വായിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ ബോൺ കെയർ ആണ് അല്ലെ. ന്യൂ ബോൺ കെയർ എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ന്യൂ ബോൺ കെയർ ലേബർ റൂമിൽ ഡെലിവറി മാത്രമാണോ നടക്കുന്നത്? ന്യൂ ബോൺ കെയർ കൊടുക്കാറില്ലേ? ബേബിയെ കെയർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് അല്ലെ. ന്യൂ ബോൺ കെയർ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetric OTs of the delivery point. Well-qualified pediatricians, staff nurse, and support staff are needed. The service given at newborn care facilities consist of. Okay, അപ്പോ പുതിയ കുഞ്ഞ് അതായത് ഒരു എന്താ പറയാ ന്യൂ ബേബി ആണ് അല്ലെ, ന്യൂ ബോൺ ബേബി ആണ് അല്ലെ. കുഞ്ഞ് ആദ്യമായിട്ട് പറന്ന് വീഴുവാണ് ഭൂമിയിലേക്ക്. അപ്പൊ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ കെയർ എന്ന് പറയുന്നത് എല്ലാ ലേബർ റൂമുകളിലും നിർബന്ധമാണ്. ഓക്കെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ കെയർ, അതായത് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അവിടെയുള്ള ആ ലേബർ റൂമിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്റ്റാഫുകളും കൂടി ചേർന്നിട്ടാണ് അല്ലെ. അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്ത് ഡെലിവറി റൂമില് ന്യൂ ബോൺ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ റൂമിൽ മാത്രമാണ് ന്യൂ ബോൺ കെയർ കിട്ടുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലും ഇല്ലേ അല്ലെ? നോർമൽ ഡെലിവറി നടക്കാത്ത കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? സിസേറിയൻ ചെയ്യും അല്ലെ. സിസേറിയൻ ചെയ്യുമ്പോൾ അവിടെയും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മള് വയറ് കീറിയാണ് കുഞ്ഞിനെ എടുക്കുന്നത് അല്ലെ. ഇപ്പൊ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ബേബിക്ക് കെയർ കൊടുത്തിരിക്കണം. ഓക്കെ, ലേബർ റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഈ പരിചരണം, ഈ ന്യൂ ബോൺ കെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ന്യൂ ബോൺ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രിഷ്യൻ ഉണ്ടാവും അല്ലെ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ലെ, പീഡിയാട്രിഷ്യന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ പീഡിയാട്രിഷ്യൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ നഴ്സുമാരുണ്ടാകും, പിന്നെ മറ്റ് സ്റ്റാഫുകളൊക്കെ ന്യൂ ബോൺ കെയറിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവരത്തരത്തിലുള്ള കെയർ കൊടുക്കുന്നവരാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കെയർ അറ്റ് ബർത്ത് ആണ് അല്ലെ. അതായത് കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ പരിചരണമാണ് എന്ത്, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തെ കെയർ ആണെന്ത് കെയർ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ കെയർ ചെയ്യുക? കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുഞ്ഞിനെ കെയർ ചെയ്യുക? നിങ്ങളത് കമന്റ് ചെയ്തേ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും കെയർ അറ്റ് ബർത്തില്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ക്ലീൻ ചെയ്യും. ഓക്കെ, കുഞ്ഞിനെ നന്നായിട്ട് തുടയ്ക്കും അല്ലെ. ധാരാളം ബ്ലഡ് ഒക്കെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ധാരാളം വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുഞ്ഞിന്റെ ബോഡിയിൽ. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയ ശേഷം കുഞ്ഞിനെ നന്നായിട്ട് തുടയ്ക്കും. പിന്നെ അതുപോലെ തന്നെ കങ്കാരു മാതൃക എന്ന് പറയും, കങ്കാരു മോഡൽ എന്നാണ് പറയുക.
അമ്മയെ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടത്തും. അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുഞ്ഞിനെ എടുത്തതിന് ശേഷം പൊക്കിൾക്കൊടി അറുത്ത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാറുണ്ട്? അമ്മയുടെ നെഞ്ചിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് ചെയ്യാറുണ്ട്. ഇതൊക്കെ ക്യാരറ്റ് ബർത്ത് ആണ് കേട്ടോ. അപ്പൊ കങ്കാരു മോഡൽ എന്നാണ് അതിനെ പറയുക. അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിനെ കിടത്തുന്നത് കങ്കാരു മോഡൽ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് നോക്കും അല്ലെ? ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും? കുഞ്ഞ് കരയില്ലേ? കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണല്ലേ? അപ്പൊ കരയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോഡ്, ഞാൻ ഈ പറയുന്ന പൊക്കിൾക്കടി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യും അല്ലെ? അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന്, അതായത് ആ ഒരു നിന്ന് ഒരു കോഡ് കട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ 1 അവറിനുള്ളില്, അതായത് ജനിച്ച ഉടനെ തന്നെ ആ ഒരു 1 അവറിനുള്ളിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ടാഗ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ കയ്യിലിടും. ചില ബേബീസിന്റെ കയ്യിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഐഡന്റിഫിക്കേഷൻ ടാഗ് കണ്ടിട്ടില്ലേ? ജനിച്ച ഉടനെ തന്നെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ജനിച്ച ഉടനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞിനെ തുടയ്ക്കും, അതുപോലെ തന്നെ കങ്കാരു മോഡലില് അമ്മയുടെ നെഞ്ചിലേക്ക് കുഞ്ഞിനെ കിടത്തും. പിന്നെ കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ കോഡ് കട്ട് ചെയ്യും. പിന്നെ 1 അവറിനുള്ളിൽ ഫീഡ് ചെയ്യിക്കും. പിന്നെ ഐഡന്റിഫിക്കേഷൻ ടാഗ് ഇടും. ഇത്രയും കാര്യങ്ങളൊക്കെ ജനിച്ച സമയത്താണ് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കെയർ അറ്റ് ബർത്ത്. രണ്ടാമത്തെ പോയിന്റ്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. അതായത് സിക്ക് ന്യൂ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, രോഗമുള്ള കുഞ്ഞുങ്ങളുടെ അടിസ്ഥാന പരിചരണം. അതായത് എന്തെങ്കിലും രോഗങ്ങൾ, എന്താ പറയാ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെയർ കൊടുക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതും ഈ ഒരു ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ റെസിസിറ്റേഷൻ ആണ്. റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസിസിറ്റേഷൻ ആണ്. അതായത് പുനരുജ്ജീവനം അല്ലെ? നമ്മൾ ഈ വാക്ക് മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ന്യൂ ബോൺ കെയറിൽ എങ്ങനെയാണ് റെസിസിറ്റേഷൻ നമുക്ക് നോക്കാം. അതായത് ഡെലിവറിക്ക് ശേഷം ഇപ്പൊ കുഞ്ഞ് ശ്വാസം എടുത്തില്ലെങ്കിൽ എന്താണ്, കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉടനെ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാവരിലും വരാറില്ല ഇങ്ങനെയുള്ള കേസുകൾ റെസിസിറ്റേഷന്റെ. എന്നാലും ചില ബേബീസിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരത്തിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എത്രയും പെട്ടെന്ന് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെസിസിറ്റേഷന്റെ ഭാഗമായിട്ടാണ് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് അമ്മയുടെ ജസ്റ്റിലൊക്കെ കിടത്തിയതിന് ശേഷം കുഞ്ഞിനെ എടുത്തിട്ട് നഴ്സുമാര് കൈയും കാലും മസാജ് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? അവരുടെ കുഞ്ഞു കാലുകള് കൈകളൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലെ? അതും റെസിസിറ്റേഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ ഓക്കെ, then next one, displaying of vitals. എന്താണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറയുന്നത്? അതായത് കുഞ്ഞിന്റെ വൈറ്റൽസ് എടുക്കും അല്ലെ, കറക്റ്റ് ആണോ എന്ന് നോക്കും അല്ലെ? ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കും അല്ലെ? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂടിൽ കിടത്താനായിട്ട് നോക്കാറുണ്ട്. പിന്നെ കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കാറുണ്ട്. ടെമ്പറേച്ചർ ഓക്കെ ആണോ, പിന്നെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്പ്ലേ ഓഫ് വൈറ്റൽസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? The next one, immunization services ആണ്. immunization services എന്ന് പറയുന്നത് ജനന സമയത്ത് കുട്ടിക്ക് immunization കൊടുക്കാറുണ്ട് അല്ലെ? BCG പോലുള്ള കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. അതാണ് immunization service എന്ന് പറയുന്നത്. അപ്പൊ ജനിച്ച ആ സമയം തന്നെ എന്ത് കൊടുക്കാറുണ്ട്? BCG കുത്തിവയ്പ്പുകൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യാറുണ്ട്? ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? ഓക്കെ, the next, check for any inborn irregularity. എന്താണ്? അതായത് കുഞ്ഞിന് ജനിച്ച സമയം മുതൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ക്ലീൻ ചെയ്തതൊക്കെ അവര് ശ്രദ്ധിച്ചു നോക്കാറുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിന്റെ തല മുതൽ കാല് വരെ നോക്കും അല്ലെ?
എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എല്ലാ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യും അല്ലെ? അതിനകത്ത് കണ്ണ് വരാം, മൂക്ക് വരാം, അതുപോലെ തന്നെ ചെവി വരാം, കഴുത്ത് വരാം, നെക്കിന്റെ ഭാഗങ്ങൾ എല്ലാവരും അവർ ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ അല്ലെ? കുഞ്ഞിന് വല്ല ഡിസബിലിറ്റി, അംഗവൈകല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സിയോ ഓക്കെ. ഓക്കെ, നമുക്ക് ഇനി ഞാൻ ഇത്രയും വരെ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക കേട്ടോ. ഞാൻ ഓഡിയോ ഓൺ ചെയ്ത് വെക്കാം. എന്താണ്? കുറച്ച് ക്ലാസ് മിസ്സായി, എടുത്തതൊന്ന് പറയോ? ക്ലാസ് മിസ്സായോ? എന്റെ ക്ലാസ് ഇപ്പൊ മിസ്സായി കുറച്ച്. ഏതുവരെ എടുത്ത് മിസ്സാ? ഞാൻ എടുത്തതോ? ഇപ്പൊ എടുക്കുന്നത് ലേബർ റൂം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കെയർ ചെയ്തത്. നേരത്തെ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നോ? ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്തത് ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി ആണ്. ന്യൂ ബോൺ കെയറിലാണ് വരുന്നത് കേട്ടോ. അതൊന്ന് വായിച്ചു. ഓക്കെ, അത് ഫുൾ എടുത്തില്ലേ? അവിടെ വരെ എടുത്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇന്നെടുത്തതുമായി ബന്ധപ്പെട്ട്? ഇല്ല, എല്ലാവരും ഓക്കെയാണ്? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് കൊണ്ട് നമ്മുടെ ലേബർ റൂം തീരും. ഇനി 1.5 പേജ് മാത്രമേ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.